അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്കൊരു IELTS എക്സാം എഴുതാനിട വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഡേറ്റ് എടുത്തു. നവംബർ 7 ഡേറ്റ് എടുത്തത്. കാരണം ഇനി അധികം സമയമില്ല. നേരത്തെ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം. പെട്ടെന്ന് പൈസ ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ പപ്പ റെഡിയാക്കാമെന്ന് പറഞ്ഞു. പൈസ അടയ്ക്കാനായിട്ട് അവരൊരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ആ മെയിൽ വന്നു. ഞാൻ പപ്പേനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൽ വന്നു. പൈസ അടയ്ക്കാനുള്ള മെയിലാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പയോട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മെയിൽ ഓപ്പൺ ആക്കുന്നത്. അത് എൻ്റെ 2ാമത്തെ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. മാതാവേന്ന് വിളിച്ച് ഞാൻ കരയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏജൻസിനെ വിളിച്ചു, പേരൻസിനോട് പറഞ്ഞു. അവർക്കെല്ലാം സന്തോഷമായി. ആദ്യം തന്നെ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അഖില ട്രീസ ഫ്രാൻസിസ്. ഞാൻ വരുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയാണ് ഇവിടെ എത്തിച്ചത്. അവർ കുറേ നിർബന്ധിച്ചതിൻ്റെ പ്രകാരമാണ് ഞാനും ഇവിടെ എത്തിയത്. ഞാൻ ഒക്ടോബർ 7 ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും ട്രോൾസാണ് കണ്ടത്. ഞാനും ചിരിച്ചു തള്ളി വിട്ട ഒരാളാണ്. എനിക്ക് 20 വയസ്സാണ്. ഞാനും പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തിരുന്നത്. ഞാൻ +2 2021 കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പോയിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ പ്ലാൻ ആയിരിക്കും, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഏപ്രിലാണ് തീരുമാനം എടുത്തത്. മെയ്യിൽ തന്നെ IELTSൻ്റെ പഠിക്കാനായിട്ട് ഞാൻ പോയി. 1 മാസത്തോളം ഞാൻ പഠിച്ച് ജൂണിൽ ആദ്യം തന്നെ IELTS എക്സാം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ നേഴ്സിംഗ് പഠിക്കാനാണ് പോകുന്നത്. പക്ഷേ നേഴ്സിംഗ് പഠിക്കാൻ എങ്ങനെ പോയാലും IELTS സ്കോർ 7 വേണം. പക്ഷേ എനിക്ക് കിട്ടിയത് 6. എനിക്ക് വിഷമമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു. കാരണം IELTS എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും നല്ല പാടാണ്. സ്പീക്കിങ്ങിനൊക്കെയാണ് എനിക്ക് നല്ല ടെൻഷനായിട്ട് ഞാൻ ഭയങ്കര വിറച്ചാണ് സംസാരിച്ചത്. ഇപ്പോഴായാലും ഞാൻ വിറയ്ക്കുന്നുണ്ട്. എനിക്ക് നല്ല ടെൻഷനുള്ള കൂട്ടത്തിലാണ്. എന്നിട്ട് വിറച്ചാണ് സ്പീക്കിംഗ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് 6 കിട്ടിയത്. എനിക്ക് നല്ല വിഷമമായിരുന്നു. എന്നാലും എനിക്കിനി എഴുതാൻ വയ്യായിരുന്നു. നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എഴുതാൻ വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ഏജൻസിക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവർ ഇതിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയല്ല, കുറഞ്ഞ യൂണിവേഴ്സിറ്റിയിലായിരിക്കും അഡ്മിഷൻ ഇനി നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം കാനഡയ്ക്കാണ് നോക്കിയത്. എൻ്റെ IELTS സ്കോർ എല്ലാം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ UK മാറ്റി. അതുമല്ല ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ചിലപ്പം ലാസ്റ്റ് നിമിഷം വിസയുടെ അങ്ങോട്ട് വരുമ്പോൾ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ UK മാറി. അതും ദൈവത്തിൻ്റെ പ്ലാനായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ UK ട്രൈ ചെയ്തു. ജൂൺ തന്നെ ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിക്ക് SOP നമ്മൾ എഴുതണം. SOP എഴുതി കൊടുത്തു. പക്ഷേ 4 മാസമായിട്ടും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെയിലോ ഒന്നും വരുന്നില്ല. ഞാൻ മിക്ക ദിവസവും മെയിലെടുത്ത് നോക്കും. പക്ഷേ ഒന്നും വരുന്നില്ല. ചുമ്മാ പരസ്യങ്ങൾ എന്തെങ്കിലും UCASൻ്റെ എന്തെങ്കിലും പരസ്യങ്ങൾ മാത്രമായിരിക്കും വരുന്നത്, ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വിഷമമായിരുന്നു. കാരണം നമുക്കറിയാം പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ കാണും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. പുറത്തോട്ട് ഇറങ്ങാൻ തോന്നുകയല്ല, വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും. പക്ഷേ ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരുടെ കളിയാക്കിയുള്ള ചോദ്യം, കുത്തി ഉള്ള പറച്ചിലും എല്ലാം. കാരണം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുക, നീ എന്തിനാണ് പിന്നെ ഡിഗ്രിക്ക് പോയേ, എന്തിനാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തേ എന്നൊക്കെ ഉള്ള കുത്തിയുള്ള ചോദ്യമാണ്. നിന്നെക്കൊണ്ട് നേഴ്സിംഗ് പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് തന്നെ. അതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യം എനിക്ക് ഭയങ്കര കൂടുതലാണ്. ഇപ്പോഴും അത് ഭയങ്കര ദേഷ്യം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പം എനിക്ക് ഈ മനസ്സിൽ വേദന കാരണം ഞാൻ വീട്ടുകാരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. കാരണം ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒക്ടോബർ 7 ഇവിടെ വന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം പ്രാർത്ഥിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. വിശ്വാസമുണ്ട്, പക്ഷെ വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കാൻ മടിയാണ്. കാരണം ഉടമ്പടി എടുക്കുമ്പോൾ 5:30 എഴുന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ നല്ല ഉറക്കം ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ മമ്മി എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മമ്മി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പം ഇവിടെ താമസിച്ച ഒരു ചേച്ചി പറഞ്ഞു എല്ലാവർക്കും ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. എന്തോ എനിക്ക് പറ്റും എന്നാണോ എന്തോ എനിക്ക് എടുക്കാൻ തോന്നി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ 1 മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. 1 മാസത്തിൽ 1 മണിക്കൂറിലെ ക്ലാസ് ഉണ്ടായിരുന്നു.
പക്ഷേ എനിക്ക് 1 മണിക്കൂർ പോലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഇച്ചിരി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എന്തോ ആ ക്ലാസ് നല്ല ഭംഗിയായിട്ട് തന്നെ മനസ്സോട് കൂടി തന്നെ ഞാൻ കൂടി ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് ടോക്കൺ എടുത്തപ്പം എനിക്കാണ് മാതാവിനെ കിട്ടിയത്. പക്ഷേ ഇത്രയും വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോഴും. പക്ഷേ എന്തോ സന്തോഷം തോന്നി മാതാവിനെ കിട്ടിയല്ലോ. കാരണം ഞാൻ എഴുതിയ ഉടമ്പടിയിലാണ് മാതാവിനെ വെച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു, എല്ലാം കഴിഞ്ഞു, പൂർത്തിയായി. ഞാനിവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പം എൻ്റെ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി പെട്ടെന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്, മെയിൽ എന്നും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു അത്. കാരണം ഇത്രയും 3 മാസത്തോളം ഞാനിങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡേറ്റ് എനിക്ക് കിട്ടി. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. വിശുദ്ധ തൈലമൊക്കെ വെച്ചിട്ട് ഞാനെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അത് കിട്ടുമെന്ന്. ഞാൻ പേരൻസിനോടും പറഞ്ഞു, ആ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഉറപ്പാണ് മമ്മി, എനിക്കത് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവരും ആ പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വരുന്നില്ല. എനിക്ക് നല്ല ടെൻഷനായി. അടുത്ത യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പം അന്ന് 5:30ക്കാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത്. അപ്പം 5:30ക്ക് കയറി ഞാൻ ഇരുന്നു. അന്ന് കുറച്ചും കൂടെ ഭക്തിയിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം എടുത്ത് നെറ്റിയിലും നാവിലും വരച്ചു. പ്രാർത്ഥനയോടെ തന്നെ ഉപ്പ് ഇരിക്കുന്ന സ്ഥലത്ത്, ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉപ്പ് ഇട്ടു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് കയറി 5:30ക്കാണ്. 5:20 തന്നെ കയറിയിരുന്നു. 5:20 തന്നെ കറണ്ടും പോയി. കാരണം അത്രയും നേരം ഇല്ലാത്ത മഴയും ഇടിയും എല്ലാം കൂടെ വന്ന് കറണ്ടും പോയി. ഭയങ്കര ടെൻഷനായി. പക്ഷേ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. അയ്യോ കറണ്ട് പോയല്ലോ അങ്ങനൊരു ചിന്തയായിരുന്നു. എന്തായാലും 5:25 തന്നെ കറണ്ട്, ഞാൻ ടൈം നോക്കിയിരുന്നു. കാരണം ഞാൻ അടയാളം അന്വേഷിച്ചിരുന്നു മാതാവിൻ്റെ അടുത്ത്. എനിക്കൊരു അടയാളം എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രാർത്ഥിക്കുകയല്ല, എനിക്ക് വേണം, മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് 25 കറണ്ട് വന്നു. അങ്ങനെ 5:30 ഇരുന്നു. സ്ലോട്ടിൽ ഓപ്പൺ ആയി. പക്ഷെ ആൾ വരുന്നില്ല. ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആരും വരുന്നില്ല. 5:35 എന്നിട്ടും വരുന്നില്ല. 5:40 അപ്പോൾ എനിക്കൊരു ടെൻഷനായി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്രയും ടെൻഷനല്ല, അയ്യോ വരുന്നില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് നേരം കൂടി ഇരുന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നു. കറക്റ്റ് 5:45 വന്നു. ആളെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി. അവിടുത്തെക്കാരനാണല്ലോ. അപ്പോൾ ടെൻഷൻ, ദൈവമേ എന്നൊന്നും വിളിച്ചു. പക്ഷേ അയാൾ ചോദിച്ചതിന് ഇൻട്രൊഡക്ഷൻ തൊട്ട് എൻ്റെ മൊത്തം കുളമായി. അയാൾ ചോദിച്ചതിന് ഒരു മറുപടി പോലും എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. UK പറ്റി അയാളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് എനിക്കത് വ്യക്തമാണ്. കാരണം അയാളുടെ ക്വസ്റ്റ്യനിൽ UK എന്നൊരു വേർഡ് വന്നിട്ടില്ല. പക്ഷേ എന്തോ ഞാൻ UK കൊള്ളാം, UK എന്നല്ലാണെന്ന് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എനിക്ക് വേറെ അറിയില്ല. കാരണം അയാൾ ചോദിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴേ മമ്മിയുടെയും പപ്പയുടെയും അടുത്ത് പറഞ്ഞു, എനിക്കിത് റിജക്ഷനാണ്. അവരിപ്പം തന്നെ ഉറപ്പാണ് റിജക്ഷൻ അടിച്ച്. കാരണം കുറേ തവണ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അതിൻ്റെ ഇടയ്ക്ക് മഴയും ഇടിയും ഒക്കെയാണ്. അപ്പം ഇത് റിജക്ഷനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇരുന്നു. ഒരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നു. റിജക്ഷനായി. അപ്പം ഞാൻ എൻ്റെ ഏജൻസിക്കാർ പറയുമ്പോൾ അയ്യോ എന്ന് മാത്രമേ ഞാനും അത് വെച്ചുള്ളൂ. കാരണം അത്ര ടെൻഷൻ എനിക്ക് വന്നില്ല. ഞാൻ പേരൻസിനോട് പറഞ്ഞില്ല. കാരണം അവർ വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തു. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഏജൻസിക്കാരോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് മറ്റേ ഇൻ്റർവ്യൂ റിജക്ഷൻ ആയിരിക്കും. കാരണം അതെനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ ഭയങ്കര ഒരുമാതിരി വൃത്തികേടായിട്ടാണ്, അത്രയും രീതിയിലാണ് പൊട്ട ഇംഗ്ലീഷാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അത് കിട്ടുകയില്ലെന്ന്. എനിക്കത് ഓവർ കോൺഫിഡൻസാണ് കിട്ടുകയില്ലെന്ന്. എന്നിട്ട് മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 20 വയസ്സായി, ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കണതാണ്. എനിക്കിനി വേറെ വഴിയില്ല. കാരണം ജാനിൻഡേക്കിൽ പോയില്ലെങ്കിൽ മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. 21 വയസ്സാവും. 21-ാം വയസ്സിലും വീണ്ടും ഡിഗ്രി +2 കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെച്ച് അടുത്ത ഡിഗ്രിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോൾ വിസയുടെ കേസിൽ വരുമ്പോൾ റിജക്ഷൻ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം തരണമെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 10 പ്രാവശ്യം പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുട്ടുമേൽ ചെല്ലിയിരുന്നു. അത് കഴിഞ്ഞിട്ട് 1:30, നമ്മുടെ ഇവിടുത്തെ ടൈം 1:30 അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 8:45, 9 മണി യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യുന്ന ടൈം. ആദ്യത്തെ ഓഫർ ലെറ്റർ എനിക്കാണ് മാതാവ് തന്നത്. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഓഫർ ലെറ്റർ വന്നു. പക്ഷേ അതിനു മുമ്പ് ഞാൻ IELTS 2ാമത് എഴുതാൻ ഇരിക്കുകയാണ്. കാരണം എനിക്ക് എഴുതാൻ വയ്യായിരുന്നു. കാരണം ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട്. എനിക്ക് പേടിയാണ് അവരെ കാണുമ്പോൾ തന്നെ.
അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്കൊരു IELTS എക്സാം എഴുതാൻ ഇടവരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഡേറ്റ് എടുത്തു. നവംബർ 7-നാണ് ഡേറ്റ് എടുത്തത്. കാരണം ഇനി അധികം സമയമില്ല. നേരത്തെ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം. പെട്ടെന്ന് പൈസ ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ കയ്യിലില്ലല്ലോ. പിന്നെ പപ്പ റെഡിയാക്കാമെന്ന് പറഞ്ഞു. പൈസ അടയ്ക്കാനായിട്ട് അവരൊരു മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ആ മെയിൽ വന്നു. ഞാൻ പപ്പേനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിൽ വന്നു. പൈസ അടയ്ക്കാനുള്ള മെയിലാണല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പയോട് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മെയിൽ ഓപ്പൺ ആക്കുന്നത്. അത് എൻ്റെ 2ാമത്തെ യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. മാതാവേന്ന് വിളിച്ച് ഞാൻ കരയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏജൻസിനെ വിളിച്ചു, പേരൻസിനോട് പറഞ്ഞു. അവർക്കെല്ലാം സന്തോഷമായി. കാരണം +2 കഴിഞ്ഞിട്ടല്ല ഞാൻ നിൽക്കുന്നത്, ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ടെൻഷൻ കൂടുതലുണ്ട്. അങ്ങനെ ഓഫർ ലെറ്റർ വന്നു. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ലോണിന് അപേക്ഷിച്ചു. പിന്നെ ഞാൻ ബാങ്കിൽ പോയി. അപ്പം എൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ ലോൺ അപേക്ഷിച്ചത്. അപ്പോൾ അവർ 50 lakhs തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ തരാമെന്ന് പറഞ്ഞിരുന്നു. കാരണം അധികം സമയം എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് അവരെങ്ങനെയും ഒപ്പിക്കാം, എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നവംബർ 25-ന് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സാങ്ഷൻ ലെറ്റർ. കാരണം ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിടാനുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നവംബർ 23-ന് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. വീട്ടിലൊറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് ആരുടെയും മുമ്പേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമില്ല. എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനും മാതാവും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ മുട്ടിമേൽ നിന്ന് വീട്ടിലെ തിരികളെല്ലാം തന്നെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 മണിയായപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുന്നു, ബാങ്കിൽ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാകില്ല, ഇന്ന് വൈകിട്ട് തന്നെ നിനക്ക് സാങ്ഷൻ ലെറ്റർ ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അപ്ലൈ ചെയ്തിടാലോ, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് 10:30 ആയപ്പോൾ, ഞാൻ ടൈം ഓർക്കുന്നുണ്ട്, ഞാൻ അപ്പോൾ മുട്ടിമേൽ നിന്ന് കൊന്തല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 10:30 ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖില നിൻ്റെത് റിജക്റ്റായി, ലോൺ റിജക്റ്റായി, കറക്റ്റായിട്ടുള്ള പ്രൂഫ് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ള പ്രൂഫ് ഇല്ല എന്ന്. ഞങ്ങൾ അവരുടെ അടുത്ത് ഓടി നടന്ന് എല്ലാ ദിവസവും തന്നെ മിക്ക ദിവസവും തന്നെ ബാങ്കിൽ പോയി ചോദിച്ചതാണ് എന്തേലും ഇനി പേപ്പർ വേണമെന്ന്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. എല്ലാ പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ലോൺ കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ റിജക്റ്റായി. അവസാന നിമിഷം 25-ആണ് ഡേറ്റ്. മുമ്പിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നല്ല ടെൻഷനായി. പക്ഷെ എന്നാലും ഞാൻ മുട്ടുമേൽ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. വേറൊരു സ്കീമുണ്ട്, ഗവൺമെൻറ് സ്കീം. അതിൽ നമുക്ക് +2-ൽ 80% കൂടുതൽ വേണം, എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഭാഗ്യത്തിന് എനിക്ക് 81% +2-നുണ്ടായിരുന്നത്. അതുകൊണ്ട് അതെനിക്ക് കിട്ടി. 20 lakhs ഉള്ളൂ. ഒരു വർഷം പോയാൽ എനിക്ക് കാണിക്കേണ്ടത് 23 lakhs ആണ്. അത് പപ്പ പറഞ്ഞു 3 lakhs നമുക്ക് കാണിക്കാം, കയ്യിൽ നിന്നിടാം, സെൽഫ് ഫണ്ടിങ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലോൺ പാസ്സാക്കി അത് ക്യാസിൽ അപ്ലോഡ് ചെയ്തിട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങളും വരിയായിട്ട് സ്പീഡപ്പായി ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്നാലും ധാരാളം തടസ്സങ്ങൾ മുമ്പിൽ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞ നേരത്തെ പ്രാർത്ഥിക്കാത്ത ഞാൻ ഇപ്പം മുട്ടുമേൽ നിന്നും കിട്ടുന്ന സമയത്തെല്ലാം കൊന്തയിലും. ഞങ്ങൾക്ക് കടയുണ്ട്. ഇപ്പം 2 കടയുണ്ട്. ഒരിടത്ത് പപ്പ ആയിരിക്കും, ഒരിടത്ത് എൻ്റെ അനിയത്തിയോ ഞാനോ മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ കടയിരിക്കുമ്പോഴായാലും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അപ്പോഴും ഒരു അത്ഭുതമുണ്ട്. കടയിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോഴാണ് ആൾക്കാർ വരുന്നത്. ഞാൻ 1 തൊട്ട് 15 വരെ നമ്പർ ഇടും. നമ്മുടെ ബുക്കിൽ എഴുതും ഇത്ര ആൾക്കാർ വന്നു, ഇത്ര സാധനം. ചുമ്മാ സ്റ്റീൽ, ഞങ്ങൾക്ക് കിച്ചൺ വെയേഴ്സ് ഉണ്ട്, സ്റ്റീലിൽ നിന്ന് എഴുതിയിട്ട് അങ്ങനെ ഇടും. അപ്പോൾ പൈസ എഴുതും. അപ്പോൾ ഞാൻ ചിലപ്പോൾ 1 തൊട്ട് 15 വരെ ചുമ്മാ എഴുതിയിടും. നമ്പറിന് എഴുതണ്ടല്ലോ, സ്പീഡപ്പായിട്ട് എഴുതി പോലെ. ഞാൻ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ ആ 1 തൊട്ട് 15 വരെയുള്ള ആൾക്കാർ അവിടെ വന്നിരിക്കും. അതായിട്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. കാരണം ഇപ്പം നല്ല കച്ചവടമൊക്കെ ഭയങ്കര ഡള്ളായിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ വീണ്ടും എനിക്ക് ഒന്നുകൂടി പരീക്ഷ നോക്കാനായിട്ട് ഞാൻ വീണ്ടും 15 തൊട്ട് വീണ്ടും 20 ഇടും. കുറച്ച് മണിക്കൂർ, ഒരു മണിക്കൂറിന് എടുക്കുകയല്ല, ഒരു 15 മിനിറ്റൊക്കെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ആ 5 പേരും കൂടെ വന്ന് സാധനം വാങ്ങിക്കും. എനിക്കപ്പോൾ ഭയങ്കര വിശ്വാസമായി. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനെ എന്നെ വിളിച്ച് വരുത്തുവാണ്. കാരണം പ്രാർത്ഥിക്കാനുള്ള ടൈമില്ല എനിക്ക്. ഡിസംബറിൽ തന്നെ കയറി പോകണം. ഓഫർ ലെറ്ററിനകത്ത് ജാനുവരി 8 ക്ലാസ് തുടങ്ങുന്നത്. സമയമില്ല, നേരത്തെ കയറി പോവുകയും വേണം. അതിനെന്ന് വെച്ചാൽ 25 കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടും, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസ കൂടും. അപ്പം 24-നാണ് എനിക്ക് എങ്ങനെയും 24-നെങ്കിലും പോകണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എൻ്റെ കൂടെ നിൽക്കണം, നിന്നേ പറ്റൂ, വേറെ വഴിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്നായിട്ട് ഒരു പ്രാർത്ഥനയെക്കാളും കൂടുതൽ സംസാര രീതിയായിരുന്നു. ഞാനും ഒരു അമ്മയും പോലെ, അമ്മ എങ്ങനെയാണ്, എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞിട്ട് കാസ് അങ്ങനെ കംപ്ലീറ്റ് ആയി. കുറേ തടസ്സങ്ങളെല്ലാം മാറി മാറി അങ്ങനെ കാസ് കംപ്ലീറ്റ് ആയി. പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എല്ലാവർക്കും തന്നെ 46 പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാസിൻ്റെ. പക്ഷേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് 61 സ്റ്റാർട്ടായത്. അപ്പം അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സും ഏജൻസിക്കാരും എല്ലാം കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് കാസ് വരുമല്ലോ, കാസ് വന്നാൽ മാത്രമേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ 24 പോകുന്നത്. എനിക്ക് അവരുടെ കൂടെ പോകണം, കാരണം ഫ്ലൈറ്റിലൊന്നും ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഒരു ആവശ്യമാണല്ലോ. അപ്പം ഞാൻ കാസ് വരാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ നേർന്നു 150 വചനങ്ങൾ എഴുതാനും അതോടൊപ്പം 101. ഇത് 150ഉം 101 എന്നുള്ളത് എൻ്റെ മനസ്സിൽ മാതാവായിട്ട് തോന്നിപ്പിച്ചതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ആ നമ്പർ എനിക്ക് വന്നതെന്നറിയില്ല. മാതാവായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചതാണ്. എന്നിട്ട് അത് ഞാൻ എഴുതാൻ തുടങ്ങി. അത് എഴുതി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് എഴുതി തീർന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ വരുമ്പം മാതാവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. അതെഴുതി അങ്ങനെ കാസും വന്നു, കംപ്ലീറ്റായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം 10 ജപമാല വരെ ചെല്ലാൻ തുടങ്ങി. പറ്റുമെങ്കിൽ മുട്ടുമേ നിൽക്കാനും തുടങ്ങി. മുട്ടുമേ നിന്ന് തന്നെ ചെല്ലാൻ തുടങ്ങി, ആരും കാണുന്നില്ലെങ്കിൽ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കാനും. പിന്നെ കുറേ പേരോട് ഞാൻ പറയുമായിരുന്നു മാതാവാണ് എൻ്റെ ഏജൻസി. കാരണം ഇവിടെ വന്ന അന്ന് മുതലാണ് എന്നെ വിളിക്കാൻ തുടങ്ങിയത്. യൂണിവേഴ്സിറ്റി എന്നുള്ളത് മെയിലൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം മാതാവാണ് എൻ്റെ ഏജൻസി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയില്ല. മമ്മിയാണ് അവരെ ചോദിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മമ്മി അത് എത്രയെടുത്ത് കത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പം അത് ഒക്കെ ഒപ്പിച്ചത് നമുക്ക് കുഞ്ഞിലേ കിട്ടുന്ന വാക്സിനേഷൻ ഉണ്ടല്ലോ, ജനിച്ചപ്പോഴൊക്കെ കിട്ടുന്നത്, അതിൻ്റെ ഓരോ വർഷവും ആ പേപ്പർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും വാക്സിനേഷൻ്റെ. അപ്പം അതൊക്കെ 2003 പേപ്പർ എനിക്കായിട്ട് തന്നെ മാതാവ് ഒരെണ്ണം മിച്ചം വെച്ചിരുന്നു. അതൊക്കെ അത്ഭുതമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതൊക്കെ എടുത്ത് കത്തിച്ച് കളയേണ്ടതാണ്. കാരണം 2003 പേപ്പർ ഇനി ആവശ്യമില്ല. ഇപ്പം 2023 വേറെ പേപ്പേഴ്സായി. പക്ഷേ ദൈവാനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് ആ പേപ്പർ എനിക്ക് കിട്ടി. അതിലെനിക്ക് എഴുതി ഡോക്ടറിനെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് അതിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് കാസ് വന്നത്. അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ്. ജാനുവരി 8 ക്ലാസ് തുടങ്ങും. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. മാതാവ് എനിക്ക് നേരത്തെ അവരുടെ ഒപ്പം പോകാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതിനുള്ള അനുഗ്രഹം എനിക്ക് തരും. പിന്നെ ഞാൻ എല്ലാ ദിവസവും പറ്റുമ്പോൾ തന്നെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. കുർബാനയ്ക്ക് എനിക്ക് മടിയായിരുന്നു എഴുന്നേറ്റ് പോകാൻ. പക്ഷേ എന്തോ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കുർബാന മുടങ്ങിക്കുമ്പോൾ ഒരു ടെൻഷനാണ്, അയ്യോ കുർബാനയ്ക്ക് ഇന്ന് പോകാൻ പറ്റിയില്ലോ. അപ്പം ഞാൻ ഫോണിലെങ്കിലും കൂടും. സാക്ഷ്യങ്ങൾ കുറേ ഞാൻ കേൾക്കും. എനിക്ക് ഭയങ്കര അത് സാക്ഷ്യം കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഞാൻ നേരത്തെ ഫോണിലൊക്കെ വേറെ എന്തെങ്കിലും തോണ്ടി ഇങ്ങനെ സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട്സോ അങ്ങനെ റീൽസ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ കൂടുതലും സമയം സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ എന്തെങ്കിലും എഴുതുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിലൊക്കെ ചുമ്മാ ഇരിക്കുകയാണെങ്കിലും സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത്ഭുതങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയത്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മുമ്പിലോട്ട് ആൾക്കാരെ കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട് മാതാവ്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാരുണ്യപ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പച്ചന്മാരൊക്കെ മുമ്പിലൊക്കെ വരുമ്പം നമ്മുടെ അടുത്ത് ഭിക്ഷ അച്ചിച്ച് വരുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു 10 രൂപയെങ്കിൽ 10 രൂപ, ഒരു ചായ കുടിക്കാനായില്ലേന്നോർത്ത് ഞാൻ അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥന നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ കൂടി. ഞാൻ കാരണം കുറേ പേര് ഇവിടെ സാക്ഷ്യം പറയാനായിട്ടും ഉടമ്പടി എടുക്കാനായിട്ടും ഇവിടെ വരാനായിട്ട് ഇരിക്കുകയാണ്. കുറേ പേർക്ക് ഞാൻ ഇവരുടെ അടുത്ത് എല്ലാവരും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്തെല്ലാം ഞാൻ പറയാറുണ്ട് മാതാവ് കാരണമാണെന്ന് പറയാറുണ്ട്. മാതാവിന് ഒരുപാട് നന്ദിയുണ്ട്. മാതാവിന് ഗിഫ്റ്റായിട്ടാണ് ഞാൻ വന്നത്, ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഞാൻ വന്നത്. ഇത് മാതാവിന് കൊടുക്കണം എന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്.